ഹലോ, നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ള പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കി നോക്കാമേ. അടിപൊളിയാട്ടോ, അധികം മസാലയൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ കേട്ടോ. അതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് അതിൻ്റെ ഞരമ്പെല്ലാം വലിച്ചു കളയണം. അതിന് ശേഷം അതിനകത്തോട്ട് ഇച്ചിരി ഇത് 10-12 ചെമ്മീനേ ഉള്ളൂ. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചിക്കൻ മസാല, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഇട്ട് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്, കാരണം അതിനാണ് ഏറ്റവും ടേസ്റ്റ്. അതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വയ്ക്കാം. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അത് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. പാൻ വെച്ച് അടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വേറെ എണ്ണേനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഏതാ ടൂത്ത് പിക്ക് കുത്തിയിട്ടാട്ടോ വെച്ചിരിക്കുന്നത്, കാരണം ഇതിന് വളഞ്ഞു പോകാതിരിക്കാനായിട്ട്. അങ്ങനെ നമുക്കിത് ഇങ്ങനെ എന്നിട്ട് വറുത്തെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. വേറെ ഒത്തിരിയൊക്കെ മസാല ചേർത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഞാനധികം ചേർക്കാറില്ല. നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ മറിച്ചിടുക. അത് ചെമ്മീനാകുമ്പോൾ ഒത്തിരി വേവേണ്ട ആവശ്യമൊന്നുമില്ല. കോക്കനട്ട് ഓയിലും കൂടെ നല്ലതായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. എണ്ണ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു സ്പൂണിൽ നിന്ന് ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. ബട്ട് ഫ്രൈ പാൻ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിനധികം എണ്ണയുടെ ആവശ്യമൊന്നും വരുന്നില്ല. ഒത്തിരി ഒഴിക്കുന്നതെല്ലാം അഴുക്കാണ്, എന്നാലും വൺസിൻ്റെ വയൽ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ നല്ലതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. 2 സൈഡ് നല്ലതായിട്ട് മൊരിഞ്ഞു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സർവിങ് ഡിഷിനകത്തോട്ട് മാറ്റാം. ഇവിടെ നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. വേറെ ഒരു കറിയും വേണ്ട, ചോറുണ്ണാം.